ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചെറുപരിപ്പും വെജിറ്റബിൾസും വെച്ചിട്ട് ഒരു ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് വേണ്ട ഇപ്പം ഞാനിപ്പോൾ ഒരു 3-4 പേർക്ക് വേണ്ട ചെറുപരിപ്പ് എടുത്തു. ഗ്രീൻ പീസ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുത്തോളൂ. കോളിഫ്ലവർ, ഇത് നമുക്ക് തേങ്ങ വറക്കാനാണ്. ബേ ലീഫ്, ജീരകം വറുത്ത് പൊടിച്ചത്, ജീരകം, പിന്നെ നമ്മുടെ നെയ്യ്, നല്ല നെയ്യ്, വീട്ടിലുണ്ടാക്കിയ നെയ്യാണിത്. കുറച്ച് പഞ്ചസാര വേണം. പിന്നെ ഇതെന്താ വെച്ചാൽ ഉപ്പ്, പിന്നെ വറ്റൽ മുളക്, ഇഞ്ചി. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ പാത്രം വെച്ചിട്ട് നമുക്ക് ഇതിനെ എണ്ണയില്ലാതെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വറക്കാം. ആദ്യത്തെ പ്രോസസ്സ് ഇതാണ് കേട്ടോ. നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കാം. അടുപ്പിൽ കടായി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ വറക്കാനാണെന്ന് പറഞ്ഞില്ലേ, തേങ്ങ സിമ്മിൽ വെച്ച് വറുത്തെടുക്കണം കേട്ടോ. ഇതും ബ്രൗൺ കളറാവണം, അതും ബ്രൗൺ കളറാവണം. അത് അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഇത് ബ്രൗൺ കളറാവണം. രണ്ടും അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതും ഇപ്പോൾ വറക്കട്ടെ. ഇപ്പോൾ കണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായില്ലേ, എടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ചിട്ട് പകുതി ഒരൊറ്റ വിസിൽ ഇട്ടാൽ മതി. വെക്കുമ്പോൾ എടുക്കണം, പകുതിയേ പോവാൻ പാടുള്ളൂ. നല്ല ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മൂടിയിട്ടിട്ട് വെയിറ്റ് വെച്ച് ആവട്ടെ. തേങ്ങ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കും. അടുത്ത പ്രോസസ്സ് കടായി വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നെയ്യ് ഒഴിക്കുക 2 സ്പൂൺ. നമ്മൾ ഇതുവരെ എണ്ണയോ നെയ്യോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വഴനയില ഇടുക. പിന്നെ നമ്മുടെ വറ്റൽ മുളക്, റെഡ് ചില്ലി ഇട്ടിട്ട് ആവട്ടെ. ഇനി നമ്മൾ കുറച്ച് ജീരകം, പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിട്ടില്ലേ അതും ഇടും. അതും ഇട്ട് നല്ലോണം വഴറ്റുക. വഴറ്റി കഴിഞ്ഞ് നമ്മുടെ എടുത്തു വെച്ച വെജിറ്റബിൾ പീസ് ഇട്ടു. കോളിഫ്ലവർ ഞാൻ വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അതും ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതപ്പോൾ ഉപ്പിട്ടു നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് വഴറ്റണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് നമ്മൾ ചെറുപരിപ്പ്, പകുതി വെന്ത ചെറുപരിപ്പില്ലേ അത് ചേർക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അടുത്ത പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ പരിപ്പ് കണ്ട പകുതി വെന്താൽ മതി പറഞ്ഞില്ലേ, ഞാൻ നന്നായി വെന്തിട്ടുണ്ട്. ഓക്കെ, അത് ഇനി നമുക്ക് വെജിറ്റബിൾസിൽ ചേർക്കാം. ഇനി നമ്മൾ ഇതപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ വേവാൻ. നമുക്ക് കോളിഫ്ലവറും പിന്നെ പീസും വേവണമല്ലോ. അപ്പോൾ ഇതപ്പോൾ കുറച്ച് പഞ്ചസാര, ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഞാൻ അര ഇട്ടുള്ളൂ, 1 സ്പൂൺ. ഓക്കെ, എന്നിട്ട് നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം, വേവട്ടെ. വെന്ത ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കഷ്ണം വെന്തു. ഇനി നമ്മൾ വറുത്ത തേങ്ങ ഇട്ട് നന്നായി ഇളക്കുക. കുട്ടികൾക്കൊന്നും അധികം എരിവ് ഉണ്ടാവില്ല, എന്നാലോട്ട് ചെറുപരിപ്പുമാണ്, കോളിഫ്ലവർ. പിന്നെ എരിവ് പറയാൻ വെറും 2-3 റെഡ് ചില്ലിയേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇത് ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ച ജീരകത്തിൻ്റെ പൊടിയും 1 സ്പൂൺ നെയ്യും അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങനെ എടുക്കുക. ചപ്പാത്തിക്ക് നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അധികം എരിവൊന്നും വേണ്ട, കുട്ടികൾക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്കോ പൂരിക്കോ നാനോ എന്തിനു വേണമെങ്കിലും എടുക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.
താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ കറി ഉണ്ടാക്കിയില്ലേ, നമ്മൾ ഇതിലിങ്ങനെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെ നടുവിൽ ഇങ്ങനെ വെച്ചാൽ ദാളുമായി പച്ചക്കറിയുമായി ഇഷ്ടപ്പെട്ട് കഴിക്കും. ഓക്കെ, ലഞ്ച് ബോക്സിൽ വെക്കുന്നത് ഞാൻ കാണിച്ചു തന്നതാണ്.